ഹലോ ഓൾ ഓഫ് യു, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പല പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കിൾസ് യൂസസ് എയർ ആസ് ദി റെഫ്രിജറന്റ് എയർ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾസ് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ഓപ്ഷൻ എറിക്സൺ സൈക്കിൾ, രണ്ടാമത്തത് ബെൽ കോൾമാൻ സൈക്കിൾ, മൂന്നാമത്തത് സ്റ്റിർലിംഗ് സൈക്കിൾ, നാലാമത്തത് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഈ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും നമ്മൾ തിയറി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയറി സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ചില വാല്യൂസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അതായത് ചില എക്സാമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ചില പർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഏതെങ്കിലും pH വാല്യൂ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടി വരും. അല്ലാത്ത ഒരു 90% ക്വസ്റ്റ്യൻസും നമുക്ക് തിയറി സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു നല്ലൊരു എക്സ്പോഷർ കിട്ടും. ഇവിടുത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എയർ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾസ് ഏതാന്നുള്ളതാണ്. അപ്പൊ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്കറിയാം ബെൽ കോൾമാൻ സൈക്കിളാണ് എയർ റെഫ്രിജറേഷൻ സൈക്കിളിൽ യൂസ് ചെയ്യുന്ന സൈക്കിൾ ഏതാണ്? ബെൽ കോൾമാൻ സൈക്കിളാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ വന്നിട്ട് ബി ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബെൽ കോൾമാൻ സൈക്കിളാണ് നമ്മൾ എയർ റെഫ്രിജറേഷൻ സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എറിക്സൺ സൈക്കിൾ എന്താണ്? ഇതിനകത്ത് നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എറിക്സൺ സൈക്കിൾ എന്ന് പറയുന്നത് എറിക്സൺ എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സൈക്കിളാണ് എറിക്സൺ സൈക്കിൾ. അതേപോലെ തന്നെ സ്റ്റിർലിംഗ് ആകുമ്പോഴും സ്റ്റിർലിംഗ് എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് സ്റ്റിർലിംഗ് സൈക്കിൾ. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഹീറ്റ് എഞ്ചിൻസിന്റെയും ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈക്കിളാണ് ഇത് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ബെൽ കോൾമാൻ സൈക്കിൾ മാത്രമാണ് നമുക്ക് പോസിബിലിറ്റി വരുന്നത്. സോ ബെൽ കോൾമാൻ സൈക്കിളാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഈസ് ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 ton of refrigeration corresponds to. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യം. 1 ton of refrigeration എന്ന് പറയുന്നത് 210 കിലോ ജൂൾ പെർ മിനിറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ്. 1 ton of refrigeration നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 210 കിലോ ജൂൾ പെർ മിനിറ്റ്. അപ്പൊ ഇതിനകത്തെല്ലാം നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എല്ലാം കിലോ കലോറി പെർ മിനിറ്റും കിലോ കലോറി പെർ അവറിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 കിലോ കലോറി അല്ലെങ്കിൽ 1 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ എത്ര കിലോ കലോറി ആണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഇതിന് ഈ റെഫറൻസ് വാല്യൂ ഉണ്ട്. 1 കിലോ ജൂൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0.2390 കിലോ കലോറിയാണ്. 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 0.2390 കിലോ കലോറിയാണ്. അപ്പോൾ ഇവിടെ 1 ടൺ ആണ് നമുക്ക് എത്രയാണുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു 210 ഇൻറ്റു 0.2390, അത്രയും കിലോ കലോറി പെർ മിനിറ്റ് ആണ് നമുക്ക് വരുന്നത് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 50 കിലോ കലോറി പെർ മിനിറ്റ് എന്ന് വരും. തന്നിട്ടുള്ളതിൽ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ബി, 50 കിലോ കലോറി പെർ മിനിറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മോയ്സ്ചർ ഇൻ എ റെഫ്രിജറന്റ് ഈസ് റിമൂവ്ഡ് ബൈ. ഒരു റെഫ്രിജറന്റിലുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവാപ്പറേറ്റർ, സേഫ്റ്റി റിലീഫ് വാൽവ്, ഡീഹ്യൂമിഡിഫയർ, ഡ്രയർ. അപ്പോൾ സേഫ്റ്റി വാൽവ് എന്തായാലും അല്ല, കാരണം സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സേഫ്റ്റി വാൽവ്. ഇവാപ്പറേറ്ററും അല്ല, കാരണം ഇവാപ്പറേറ്റർ മോയ്സ്ചർ റിമൂവലിനാണെങ്കിലും നമ്മൾ മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും റെഫ്രിജറന്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേറ്ററിൽ പോയി ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്യുന്ന റെഫ്രിജറന്റ് ആണ്. അപ്പൊ അതുമല്ല. മൂന്നാമത്തെയോ നാലാമത്തെയോ ആണ് ഓപ്ഷൻ ചാൻസ് ഉള്ളത്. കാരണം ഡീഹ്യൂമിഡിഫയർ എന്നുള്ള പേരിൽ തന്നെ നമുക്ക്
ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. അതേപോലെ നാലാമത്തത് ഡ്രയർ ആണ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡീഹ്യൂമിഡിഫയറിനെ കാട്ട് കൂടുതൽ റെഫ്രിജറന്റ് മോയ്സ്ചർ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏതാണ്? ഡ്രയർ. അപ്പോൾ ഹൈ ലെവലിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസിലെല്ലാം ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് മോയ്സ്ചർ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആൻസറിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ആൻസറിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിലും അതിന് ഏറ്റവും അല്ലെങ്കിൽ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണോ ആ ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡീഹ്യൂമിഡിഫയറും ഡ്രയറും 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ ഈസ് ഡി, ഡ്രയേഴ്സ് ആണ് മോയ്സ്ചർ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 4th ക്വസ്റ്റ്യൻ, ഇൻ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ദ കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ഈസ് ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ്. അപ്പോ വേപ്പർ കംപ്രഷൻ സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്കൊരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലേ ഔട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എക്സ്പാൻഷൻ വാൽവ്, അതുപോലെ തന്നെ കണ്ടൻസർ, കംപ്രസർ, അതേപോലെ ഇവാപ്പറേറ്റർ. അപ്പൊ കംപ്രസറിൽ നിന്ന് ഹൈ പ്രഷർ വേപ്പർ നേരെ കണ്ടൻസറിലേക്ക് വരുന്നു. കണ്ടൻസറിൽ നിന്ന് അത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ റിജക്ട് ചെയ്യുന്നു പുറത്തേക്ക്. വീണ്ടും അത് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. സോ ഇറ്റ് ഈസ് ഹൈ പ്രഷർ ലിക്വിഡ് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഗോയിങ് ഇൻ ടു എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ കുറയുന്ന പ്രോസസ്സാണ്. പ്രഷർ കുറയ്ക്കുന്ന പ്രോസസ്സാണ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ കഴിയുമ്പോൾ നമുക്ക് പ്രഷർ റെഡ്യൂസ് ആവും. അപ്പൊ ആ ലോ പ്രഷർ ലിക്വിഡ് ഓർ വേപ്പർ ഈസ് ഡയറക്ട്ലി ഗോയിങ് ഇൻ ടു ഇവാപ്പറേറ്റർ. ഇവിടെ ലോ പ്രഷർ ലിക്വിഡ് ഓർ വേപ്പർ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ മുഴുവനായിട്ട് എന്താവില്ല, ചില പാർഷ്യലായിട്ട് എക്സ്പാൻഷനിൽ പാർഷ്യലായിട്ടൊരു വേപ്പറൈസേഷൻ നടക്കും അല്ലെ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് ലിക്വിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിരിക്കും. വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് വേപ്പർ അവിടെ ഉണ്ടാവും. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവാപ്പറേറ്ററിൽ പോകുന്നത്. ഇവാപ്പറേറ്ററിൽ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് ഈ റെഫ്രിജറന്റ് ലിക്വിഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അബ്സോർബ് ചെയ്യും. അതായത് കൂൾ ചെയ്യേണ്ട അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സ്പേസിൽ നിന്ന് അതെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അതിനാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് റെഫ്രിജറന്റ് ലിക്വിഡ് വിൽ ബി കൺവെർട്ടഡ് ഇൻ ടു വേപ്പർ. ആ വേപ്പർ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. കാരണം എക്സ്പാൻഷൻ കഴിയുമ്പോൾ എന്താണ്, ആൾറെഡി നമുക്ക് പ്രഷർ ആൾറെഡി എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ. അപ്പോൾ അത് ലോ പ്രഷർ ആയിരിക്കും. ആ ലോ പ്രഷർ വേപ്പർ എവിടെ പോകും? വീണ്ടും കംപ്രസറിലേക്ക് പോകുന്നു. കംപ്രസറിൽ നിന്ന് അത് കംപ്രസ് ചെയ്ത് വീണ്ടും ഹൈ പ്രഷർ വേപ്പർ ആയിട്ട് മാറും. ആ സൈക്കിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ബിഫോർ എക്സ്പാൻഷൻ വാൽവ് ആണോ, ആഫ്റ്റർ കണ്ടൻസർ ആണോ? അങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഈസ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ കണ്ടൻസർ. അപ്പൊ നമുക്ക് നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്ഷൻ ഈസ് ഡി, ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ കണ്ടൻസർ അല്ലെ. കണ്ടൻസർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ലിക്വിഡ് വരുന്നത് അല്ലെ. കണ്ടൻസർ ഇവിടെയാണ് വരുന്നത് ലിക്വിഡ്. അപ്പോൾ ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൈ പ്രഷർ ലിക്വിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ്. അപ്പോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് സാച്ചുറേഷൻ പോയിന്റിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഹൈ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡ്. സോ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ കണ്ടൻസർ ആണ് ആൻസർ. ആൻസർ ഇസ് ഡി. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, അമോണിയ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ റിക്വയേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമോണിയ റെഫ്രിജറേഷൻ സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും അമോണിയ എന്ന് പറയുന്ന ആ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം എപ്പോഴും ഹൈ COP ആണ്. അമോണിയക്ക് എപ്പോഴും, അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റംസിന് എപ്പോഴും ഹൈ COP ആണ്. മുൻകാലങ്ങളിലെല്ലാം അമോണിയ റെഫ്രിജറേഷൻ ഉപയോഗിച്ചിരുന്നു. പുതിയ പുതിയ റെഫ്രിജറൻസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അമോണിയ എന്ത് ചെയ്തു? കമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റംസ് മാത്രമാക്കിയിട്ട് അമോണിയെ കൺട്രോൾ ചെയ്തു.
മാത്രമല്ല അമോണിയ എന്ന് പറയുന്നത് ടോക്സിക് ആണ്. സപ്പോസ് എങ്ങാനും അമോണിയ റെഫ്രിജറന്റ് ലീക്ക് ആവുകയാണെങ്കിൽ വീടുകളിലൊക്കെ നമ്മൾ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ലീക്ക് ഒരു പ്രശ്നമാണ്. അത് വളരെ ഡേഞ്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റംസിലൊന്നും അമോണിയ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ അമോണിയ ഹാസ് ഹൈ COP. എന്തുകൊണ്ടാണ് ഹൈ COP വരുന്നത്? COP is equal to refrigeration effect divided by work ഇൻപുട്ട് അല്ലെ. വർക്ക് ഇൻപുട്ട് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? കംപ്രസറിലാണ് നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോ ഈ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ലോവർ സൈഡ് ഏറ്റവും കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? COP എന്ത് ചെയ്യുന്നത്? കൂടുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇൻപുട്ട് വർക്ക് കുറവാവണം. അപ്പൊ ഏറ്റവും കുറവ് 0 വർക്ക് ഒരിക്കലും വരില്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഓക്കെ, കാരണം 0 വർക്ക് വരില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. മാക്സിമം വർക്ക് ഇൻപുട്ടും വരില്ല. കാരണം എന്താ? മാക്സിമം വർക്ക് ഇവിടെ മാക്സിമം ഡിനോമിനേറ്റർ മാക്സിമം ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? മിനിമം ആവും. ആ മിനിമം ഒരിക്കലും COP മാക്സിമം ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ എന്താണ് പിന്നുള്ള ഓപ്ഷൻ? വെരി ലിറ്റിൽ വർക്ക് ഇൻപുട്ട്. വെരി ലിറ്റിൽ, വളരെ കുറച്ച് മാത്രമേ നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അമോണിയ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മാക്സിമം COP ആണ്. സോ ഓപ്ഷൻ ഈസ് എ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 6th question. The reversible engine has thermal efficiency of 20%. What will be the COP if it is used as a refrigerator with other conditions unchanged? അതായത് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി 20% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതേ റിവേഴ്സിബിൾ എഞ്ചിനെ നമ്മൾ റെഫ്രിജറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് അതിന്റെ COP വരിക? അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് COP of heat pump is equal to 1 plus COP of refrigerator, that is equal to 1 divided by thermal efficiency. അപ്പോ ഇവിടെ എഫിഷ്യൻസി എത്രയാണ്? 20% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് റെഫ്രിജറേറ്ററിന്റെ COP ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? 1 plus COP of refrigerator is equal to 1 by eta അല്ലെങ്കിൽ എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി ഇവിടെ 20 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ 20/100 അല്ലെ. 20% എന്ന് പറയുമ്പോൾ 20/100 വരും അല്ലെ. 20/100. അപ്പൊ ദാറ്റ് വിൽ ബിക്കം 100/20, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു 5 minus 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. COP ഈസ് 4. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ വെറ്റ് ബൾബ് ഡിപ്രഷൻ ഡിക്രീസസ് ആസ്. എന്താണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും DBT മൈനസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ് എന്ത്? വെറ്റ് ബൾബ് ഡിപ്രഷൻ. വെറ്റ് ബൾബ് ഡിപ്രഷൻ ഈസ് ഈക്വൽ ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ഡിപ്രഷൻ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? ഹ്യൂമിഡിറ്റി കുറയുമ്പോഴാണ്. അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എന്ത് വേണം? ഹ്യൂമിഡിറ്റി കുറയണം അല്ലെ. അപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ കുറയണമെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. So answer here it is B. Option B ആണ് ആൻസർ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ റെഫ്രിജറേഷൻ സൈക്കിൾ ദ പ്രഷർ ഈസ് മാക്സിമം. റെഫ്രിജറേഷൻ സൈക്കിളിൽ പ്രഷർ എവിടെയാണ് മാക്സിമം എന്ന് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ ആൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ഒരു സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ. ഇതിനകത്ത് ഹൈ പ്രഷർ വേപ്പർ എന്ന് പറയുന്നത് എവിടെയാണ്? ഹൈ പ്രഷർ വേപ്പർ അല്ലെ. കംപ്രസർ കഴിഞ്ഞു വരുന്ന പോർഷനിലാണ് ഹൈ പ്രഷർ വേപ്പർ. കാരണം കണ്ടൻസർ കഴിഞ്ഞു കഴിഞ്ഞാലും ഹൈ പ്രഷർ ആണെങ്കിലും കണ്ടൻസറിനകത്ത് ഒരു ചെറിയൊരു പ്രഷർ ഡ്രോപ്പ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കംപ്രസർ കഴിഞ്ഞു വരുന്ന പോർഷനിലാണ് എപ്പോഴും ഹൈ പ്രഷർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഏതാണ്? ഇനി റെഫ്രിജറേഷൻ സൈക്കിൾ പ്രഷർ ഈസ് മാക്സിമം എന്താണ്? ആഫ്റ്റർ കംപ്രസർ. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഈസ് ഡി. ഓക്കെ. 9th question. An automatic expansion valve is based on the principle of.
ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് പ്രഷർ ഇൻ ദ ഇവാപറേറ്ററിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് വാൽവിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ AXV എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ടൈപ്പ് വാൽവ് നമുക്ക് അവൈലബിൾ ആണ് റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ. AXV ഉണ്ട്, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് TXV ഉണ്ട്, അതേപോലെ തന്നെ RCV റിവേഴ്സിബിൾ കൺട്രോൾ വാൽവ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വാൽവുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എങ്ങനെ ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് പ്രഷർ അറ്റ് ദ ഇവാപറേറ്റർ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി സോ ഹിയർ ആൻസർ ഇസ് ബി. 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് പ്രഷർ ഇൻ ദ ഇവാപറേറ്റർ. 10th question, window AC for cooling mode can be easily converted to heating mode by installing. അതായത് നമ്മുടെ വീടുകളിലെല്ലാം എയർ കണ്ടീഷണർ ഉണ്ടാവും. അത് വിൻഡോ AC ആവാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് AC ആവാം. അപ്പോൾ അതിനകത്ത് ഹീറ്റിംഗ് മോഡും ഉണ്ട്, കൂളിംഗ് മോഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ പുറത്തുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കൂളിംഗ് മോഡിനെ എങ്ങനെയാണ് ഹീറ്റിംഗ് മോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, റിവേഴ്സിബിൾ കൺട്രോൾ വാൽവ്, AXV ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, സോളിനോയിഡ് വാൽവ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റിവേഴ്സിബിൾ കൺട്രോൾ വാൽവ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൂളിംഗ് മോഡിനെ ഹീറ്റിംഗ് മോഡായിട്ട് മാറ്റുന്നത്. അപ്പൊ ഈ റിവേഴ്സിബിൾ കൺട്രോൾ വാൽവിന്റെ ഫംഗ്ഷൻ എന്താ? ഈ റെഫ്രിജറന്റിന്റെ ഫ്ലോയിനെ ഇതിനെ റിവേഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സിബിൾ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് കൂളിംഗ് മോഡ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റിംഗ് മോഡ് ബൈ റിവേഴ്സിബിൾ കൺട്രോൾ വാൽവ് വിച്ച് ഫങ്ഷൻസ് വെയർ ഇറ്റ് ഡസ് ദ റിവേഴ്സൽ ഓഫ് ഫ്ലോ ഓഫ് റെഫ്രിജറന്റിന്റെ ഫ്ലോവിനെ റിവേഴ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂളിംഗിനെ ഹീറ്റിംഗ് ആക്കി മാറ്റുന്നത്. സോ ആൻസർ ഹിയർ ഇറ്റ് ഈസ് ബി. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഫിഗർ നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ, അതായത് റെഫ്രിജറേഷൻ സൈക്കിൾ പ്രഷർ എവിടെയാണ് മാക്സിമം, ഇവിടെ. അതുകൊണ്ട് കംപ്രസറിന് ശേഷമാണ് മാക്സിമം വരുന്നത്. അതിന്റെ ഒരു ഫിഗർ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രിൻസിപ്പിൾ അത് ആൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഡിസൈൻ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് പ്രഷർ ഇൻ ദി ഇവാപറേറ്റർ ആൻഡ് ടു മീറ്റർ refrigerant by using a pressure sensing device is called a constant pressure expansion valve. 11th question, the approach of a cooling tower is defined as, അതായത് കൂളിംഗ് ടവറിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് ടവറിന്റെ അപ്രോച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. Approach is the temperature of water leaving the cooling tower minus the ambient wet bulb temperature. പുറത്തുള്ള ആംബിയന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുക? ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ലീവിംഗ് ദ കൂളിംഗ് ടവർ. കൂളിംഗ് ടവറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ നിന്നും ആംബിയന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ എന്താണോ അതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് വാല്യൂ റെപ്രസെന്റ്സ് ഹൗ ക്ലോസ് the cooling tower gets the water to the wet bulb temperature of surrounding air. അതാണ് അതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്രോച്ചിന്റെ റെപ്രസെന്റേഷൻ ഹൗ ക്ലോസ് ദ കൂളിംഗ് വാട്ടർ ഗെറ്റ്സ് ടു ദ കൂളിംഗ് ടവർ ഗെറ്റ്സ് ദ വാട്ടർ ക്ലോസ് ടു ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. എയറിന്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് എത്ര ക്ലോസ് ആയിട്ടാണ് ഇതിന്റെ കൂളിംഗ് ടവർ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് ടവറിലേക്ക് വാട്ടർ കിട്ടുന്നത്. അതാണ് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഏതാണ്? ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ വാട്ടർ ലീവിംഗ് ദ കൂളിംഗ് ടവർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എൻട്രിംഗ് വാട്ടർ അല്ല, ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ലീവിംഗ് ദ കൂളിംഗ് ടവർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് എയർ. തന്നിട്ടുള്ളതിൽ ബൈ ഡെഫിനേഷൻ ആൻസർ വരുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി.
സി ആണ് എൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. 12th question, which senses the suction temperature in thermal electric expansion valve? Thermal electric expansion valve സക്ഷൻ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? അപ്പൊ അതിന് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള തിയറി നമുക്ക് നോക്കാം. തെർമൽ ഇലക്ട്രിക് കൺട്രോൾഡ് എക്സ്പാൻഷൻ വാൽവ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ് ഓഫ് തെർമിസ്റ്റേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, തെർമൽ ഇലക്ട്രിക് കൺട്രോൾഡ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ തെർമൽ ഇലക്ട്രിക് എക്സ്പാൻഷൻ വാൽവ് ഡിപ്പെൻഡ്സ് ഓൺ യൂസ് ഓഫ് തെർമിസ്റ്റേഴ്സ് directly exposed to refrigerant in the suction line to control the expansion valve needle opening. ഓക്കെ, റെഫ്രിജറന്റിന്റെ സക്ഷൻ ലൈനിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ്? ഡയറക്ട്ലി എക്സ്പോസ് ടു റെഫ്രിജറന്റ് സക്ഷൻ ലൈൻ ടു കൺട്രോൾ ദി എക്സ്പാൻഷൻ വാൽവ് നീഡിൽ ഓപ്പണിംഗ്. എക്സ്പാൻഷൻ വാൽവ് നീഡിൽ ഓപ്പൺ ചെയ്ത് എത്രത്തോളം ലിക്വിഡ് ഇവാപ്പറേറ്ററിലേക്ക് വരണം എന്നുള്ള തീരുമാനിക്കുന്ന ഒരു ഡിവൈസ് ആണ് തെർമൽ ഇലക്ട്രിക് കൺട്രോൾ എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, ദ റെസിസ്റ്റൻസ് ടു ഇലക്ട്രിക്കൽ ഫ്ലോ ഇൻ തെർമിസ്റ്റർ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ടു ഇലക്ട്രിക്കൽ ഫ്ലോ ഇൻ തെർമിസ്റ്റർ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസിനും മാറ്റം വരും. ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ റെഡ്യൂസസ് റെസിസ്റ്റൻസ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അതിനനുസരിച്ച് വാൽവ് ഓപ്പണിംഗ് കൺട്രോൾ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? തെർമൽ ഇലക്ട്രിക് കൺട്രോൾഡ് എക്സ്പാൻഷൻ വാൽവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിന്റെ ടെമ്പറേച്ചർ, സക്ഷൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഈസ് ഡി, തെർമിസ്റ്റർ ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈസ് കാൾഡ്. അപ്പൊ ഓൾറെഡി നമ്മൾ 2-3 സ്ലൈഡിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വെറ്റ് ബൾബ് ഡിപ്രഷനെയാണ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈസ് ഡ്രൈ ബൾബ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ഉണ്ട്, വെറ്റ് ബൾബ് ഡിപ്രഷൻ, ഡ്രൈ ബൾബ് ഡിപ്രഷൻ, ഹ്യൂമിഡിറ്റി. ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഈസ് ബി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, എ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് റെഫ്രിജറന്റ് ഇൻ. അതായത് ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ഏതിലാണ് നമുക്ക് റെഫ്രിജറന്റിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ലോ സൈഡ് ഫ്ലോട്ട് വാൽവിന്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്താ ചെയ്യാം? ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് low side float valves are used for evaporators of the flooded type system. Flooded evaporatorലാണ് നമ്മൾ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, in bigger capacity plants a small low side float valve is used to pilot a liquid feed valve. According to liquid level in the evaporator, the float valve transmits pressure signals to the main liquid feed valve to increase or decrease extent of its opening. അതായത് ഇവാപ്പറേറ്ററിലുള്ള ലിക്വിഡ് ലെവൽ അനുസരിച്ച് എത്രത്തോളം എക്സ്പാൻഷൻ വാൽവിന്റെ നീഡിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള പ്രഷർ സിഗ്നൽ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇവാപ്പറേറ്ററിൽ എത്രത്തോളം ലിക്വിഡ് ലെവൽ ഉണ്ട് എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും? ഓപ്പണിങ്ങും ക്ലോസിംഗ് എല്ലാം കൺട്രോൾ ചെയ്യും. ദസ് ദ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ഇൻ സച്ച് എ സിസ്റ്റം ഈസ് കാൾഡ് എന്താണ്? ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. ഫ്ലഡഡ് ഇവാപ്പറേറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് റെഫ്രിജറന്റ് ഇൻ ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. ഓപ്ഷൻ ഈസ് ഡി. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് R600A. R600A എന്ന് പറയുന്ന റെഫ്രിജറന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ കെമിക്കൽ നെയിംസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഈസ് ബി. ബോയിലിംഗ് പോയിന്റ് ഓഫ് R600A ഈസ് -12 ഡിഗ്രി സെൽഷ്യസ്. 16th question, the sediments which form as a coating on cooling coil will reduce. അതായത് കൂളിംഗ് കോയിലിൽ
നമ്മൾ സെഡിമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ലെയർ പോലെ ഒരു ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എപ്പോഴും കൂളിംഗ് കോയിൽ എന്ന് പറയുമ്പോൾ കൂളിംഗ് കോയിലിന്റെ എഫിഷ്യൻസിയാണ് ഇമ്പോർട്ടന്റ്. ഹീറ്റിംഗ് കോയിലാണ് ഹീറ്റിംഗ് കോയിലിന്റെ എഫിഷ്യൻസി, കൂളിംഗ് കോയിലാണ് കൂളിംഗ് കോയിൽ എഫിഷ്യൻസി. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിലാണ് നമുക്ക് ഈ ഹീറ്റിംഗും കൂളിംഗും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഹീറ്റിംഗ് കോയിലും കൂളിംഗ് കോയിലും ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് എഫിഷ്യൻസി അല്ലെ. ഇപ്പൊ കൂളിംഗ് കോയിലിന്റെ എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂളിംഗ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കോയിലിന്റെ മുകളിൽ ഇതേപോലെയുള്ള അൺവാണ്ടഡ് ഡെപ്പോസിറ്റ്സ് കോട്ടിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസിയാണ് അഫക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ഈസ് ബി. Sediments which form as a coating on cooling coil will reduce the heat transfer efficiency. In 17th question, water is used as a refrigerant. Water is used as a refrigerant. അപ്പോൾ ഏത് റെഫ്രിജറേഷൻ സൈക്കിളിലാണ് വാട്ടർ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മനസ്സിലാക്കുക, സ്റ്റീം ജെറ്റ് ഓർ ഇജക്ടർ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസസ് വാട്ടർ ആസ് എ റെഫ്രിജറന്റ്. ഇറ്റ് യൂസസ് the basic principle of boiling of liquid at lower temperature by reducing pressure on its surface. അതായത് ലിക്വിഡിന്റെ മുകളിലുള്ള പ്രഷർ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിന്റെ ബോയിലിംഗ് പോയിന്റിനെ കുറയ്ക്കുക. അതാണ് നമ്മളുടെ ഈ സ്റ്റീം ജെറ്റ് അല്ലെങ്കിൽ ഇജക്ടർ റെഫ്രിജറേഷൻ സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ ആണ് അവിടെ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് മൂന്നാമത്തെ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. ദ അപ്കമിംഗ് ആൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് ടു ബി യൂസ്ഡ് ഇൻ കാർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. കാർ എയർ കണ്ടീഷനിങ്ങിൽ പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അപ്കമിംഗ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ഏതാണ്, ആൾട്ടർനേറ്റീവ് റെഫ്രിജറന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. HFO 1234YF is a new low global warming potential or GWP refrigerant developed for automotive air conditioning system to replace HFC 134A, which is being phased out in European Union due to high global warming potential. Global warming potential എന്ന് പറയുമ്പോൾ എപ്പോഴും എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഫിനോമിനയാണ്. ഓക്കെ, അപ്പോൾ ഈ റെഫ്രിജറന്റിന്റെ GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ യൂസേജ് ഒക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് R1234YF എന്ന് പറയുന്ന ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റെഫ്രിജറന്റ് ആണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കാറുകളിലെല്ലാം യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഓപ്ഷൻ ഈസ് സി. 19th question, comfort cooling ducts are commonly fabricated out of. കംഫർട്ട് കൂളിംഗ് ഡക്ട് ആർ കോമൺലി ഫാബ്രിക്കേറ്റഡ് ഔട്ട് ഓഫ്. എപ്പോഴും നമ്മൾ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഷോപ്പിംഗ് സെന്റേഴ്സിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. അപ്പൊ അവിടെയെല്ലാം നമുക്ക് കൂളിംഗ് എയർ കിട്ടുന്നത് AC ഡക്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് കോൾഡ് എയർ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കംഫർട്ട് കൂളിംഗ് ഡക്റ്റുകളിൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡക്ട് എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഗാൽവനൈസ്ഡ് അയൺ, രണ്ടാമത്തെ ഓപ്ഷൻ അലൂമിനിയം, മൂന്നാമത്തെ ഓപ്ഷൻ FRP, നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്. ഓക്കെ, GI എന്ന് പറയുമ്പോൾ ഗാൽവനൈസ്ഡ് അയൺ നമ്മളറിയാം, PVC നമ്മളെ പ്ലംബിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന പൈപ്പിനെയാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. അലൂമിനിയം നിങ്ങൾക്കറിയാം. FRP എന്ന് പറയുമ്പോൾ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് കൂളിംഗ് ഡക്ട് ഉപയോഗിക്കാനായിട്ട് ഇതിലുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം, മനസ്സിലാക്കി വെക്കുക. So option here it is D, all of these. 20th question, in saturated air എന്താണ് സാച്ചുറേറ്റഡ് എയറിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു വെറ്റ് ബൾബ് ആണോ, വെറ്റ് ബൾബ് ഈക്വൽ ടു ഡ്യൂ പോയിന്റ് ആണോ, ഡ്രൈ ബൾബ് ഈക്വൽ ടു ഡ്യൂ പോയിന്റ് ആണോ? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, സാച്ചുറേറ്റഡ് എയറിന്റെ കേസിൽ എപ്പോഴും നമുക്ക് എന്തായിരിക്കും, dry bulb temperature is equal to wet bulb temperature is equal to dew point temperature. Dew point temperature എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഡ്യൂ ഡ്രോപ്പ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഈസ് ഡി, ഓൾ ഓഫ് ദീസ്. അപ്പോൾ dry bulb is equal to wet bulb is equal to dew point ആണ് നമ്മളുടെ ആൻസർ. സോ ഓൾ ഓഫ് ദീസ്.